നമസ്കാരം. സി പ്രോഗ്രാമിംഗ് പഠിക്കാനാണോ നിങ്ങൾ വന്നത്? എങ്കിൽ ഒരു നിമിഷം. കാരണം ഇന്ന് നമ്മൾ വെറുതെ കോഡ് പഠിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഒരു പ്രോഗ്രാമറെപ്പോലെ എങ്ങനെ ചിന്തിക്കാം എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ശരിക്കുള്ള ഒരു യൂണിവേഴ്സിറ്റി കോഴ്സിനെ തന്നെ അങ്ങ് കീറി മുറിച്ച് പരിശോധിക്കാം. റെഡിയല്ലേ? അപ്പോ എന്താണ് ശരിക്കും ഒരു നല്ല പ്രോഗ്രാമറെ ഉണ്ടാക്കുന്നത്? ഒരുപാട് കോഡിംഗ് ലാംഗ്വേജ് അറിയുന്നതാണോ? അതോ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കോഡ് എഴുതുന്നതാണോ? യഥാർത്ഥ ഉത്തരം ഇതിനേക്കാളൊക്കെ വലുതാണ്. എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. ശരിക്കും ഒരു നല്ല പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ അത് 4 കാര്യങ്ങളുടെ ഒരു കൂട്ടമാണ്. 1. ക്രിട്ടിക്കലായി ചിന്തിക്കാനുള്ള കഴിവ്, അതായത് പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തുന്നത്. 2. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകണം, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. 3. ഒരു ടീമിന്റെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കാൻ അറിയണം. പിന്നെ 4ാമത്തേത് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ഒരു കഴിവ്, ഒരു ക്രിയേറ്റർ ആകണം. ഈ 4 സികൾ ചേരുമ്പോഴാണ് ഒരു പ്രോഗ്രാമർ ശരിക്കും ഒരു പ്രൊഫഷണൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ യാത്ര എങ്ങനെയായിരിക്കുമെന്നല്ലേ? നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാമറെപ്പോലെ ചിന്തിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ ഒരു സി പ്രോഗ്രാമിംഗ് ബ്ലൂ പ്രിന്റ് നോക്കും, അതിന്റെ റോഡ് മാപ്പ് മനസ്സിലാക്കും, പഠിക്കാനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് കാണും. പിന്നെ ഈ കഴിവുകളൊക്കെ എങ്ങനെ പരീക്ഷിക്കാമെന്നും അവസാനം കോഡിൽ നിന്ന് എങ്ങനെ ശരിക്കുള്ള പരിഹാരങ്ങളിലേക്ക് എത്താമെന്നും നോക്കും. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രോഗ്രാമറെ പോലെ ചിന്തിക്കുക. ഇതൊരു കാര്യം മനസ്സിലാക്കണം. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രമുള്ള ഒന്നല്ല. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ തരം സാക്ഷരതയാണിത്. ഈ ചിന്താരീതിക്കോ ഒരു പേരുണ്ട്: കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. കേട്ടിട്ട് വലിയ സംഭവമാണെന്ന് തോന്നുന്നുണ്ടോ? സിമ്പിളാണ്. ഏതൊരു വലിയ പ്രശ്നത്തെയും എടുത്ത് അതിനെ ചെറിയ, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കഷ്ണങ്ങളാക്കി മുറിക്കുക. എന്നിട്ട് ഓരോന്നിനും പരിഹാരം കണ്ടെത്തുക. നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ. എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എവിടെ താമസിക്കും, എന്തൊക്കെ കാണണം, ഇങ്ങനെ ഓരോന്നും നമ്മൾ വേറെ വേറെയായിട്ടല്ലേ പ്ലാൻ ചെയ്യുന്നത്. അതുതന്നെയാണിതും. ഈ ഒരു കഴിവ് പ്രോഗ്രാമിംഗിൽ മാത്രമല്ല, ജീവിതത്തിലെവിടെയും നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പാണ്. ശരി, അപ്പോൾ ഒരു പ്രോഗ്രാമറെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പഠിക്കാൻ നമുക്ക് നേരെ ഒരു യഥാർത്ഥ യൂണിവേഴ്സിറ്റി കോഴ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് എത്തി നോക്കിയാലോ? അതിൻ്റെ സിലബസ് നമുക്കൊരു ബ്ലൂ പ്രിന്റ് പോലെ ഉപയോഗിക്കാം. ഇതാണ് കോഴ്സ് GXEST 204. ഇതിലെ ക്രെഡിറ്റോ പരീക്ഷയുടെ സമയമോ ഒന്നും നമ്മൾക്കിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടോ, ഇതിന് മുൻപരിചയമൊന്നും വേണ്ട. അതായത് ആർക്കും, ഏത് സാധാരണക്കാരനും 0-ൽ നിന്ന് തന്നെ തുടങ്ങാൻ പറ്റുന്നൊരു കോഴ്സാണിത്. അപ്പോൾ ഈ കോഴ്സ് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? 2 കാര്യങ്ങൾ. 1. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പലതരം സി പ്രോഗ്രാമുകൾ എഴുതാൻ പഠിക്കുക. 2. നമ്മുടെ ചുറ്റുമുള്ള യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന കാര്യക്ഷമമായ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുക. ചുരുക്കി പറഞ്ഞാൽ, വെറുതെ കോഡ് പഠിക്കലല്ല, അതുകൊണ്ട് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യലാണ് ലക്ഷ്യം. അടുത്തത് നമുക്ക് ഈ കോഴ്സിന്റെ റോഡ് മാപ്പ് ഒന്ന് നോക്കാം. അതായത് ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെ എങ്ങനെയാണ് ഈ പഠനം മുന്നോട്ടു പോകുന്നതെന്ന് കാണാം. ഈ യാത്രയ്ക്ക് 4 പ്രധാന ഘട്ടങ്ങളുണ്ട്. മൊഡ്യൂൾ 1-ൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കും. ഡാറ്റ, വേരിയബിൾസ്, അങ്ങനെ. മൊഡ്യൂൾ 2-ൽ ഈ ഡാറ്റയൊക്കെ എങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കാം എന്ന് പഠിക്കും, അറേകളും സ്ട്രിങ്ങുകളും ഉപയോഗിച്ച്. മൊഡ്യൂൾ 3-ലേക്കെത്തുമ്പോൾ നമ്മുടെ കോഡിനെ ചെറിയ, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാക്കി മാറ്റാൻ പഠിക്കും, ഒരു ലെഗോ ബ്ലോക്ക് പോലെ. അവസാനം 4-ാമത്തെ മൊഡ്യൂളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡായി കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കും, പോയിന്ററുകളും ഫയലുകളും ഉപയോഗിച്ച്. ശരി, ഇതൊക്കെ പഠിക്കാൻ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം? അതായത് നമ്മുടെ ലേണിംഗ് ടൂൾ കിറ്റിൽ എന്തൊക്കെയാണുണ്ടാവുക? നമുക്ക് നോക്കാം. ഏതൊരു പഠനവും തുടങ്ങുന്നത് പോലെ ഇവിടെയും നമ്മുടെ യാത്ര തുടങ്ങുന്നത് ചില ക്ലാസിക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. ഇതൊക്കെയാണ് സി പ്രോഗ്രാമിംഗിന്റെ അടിസ്ഥാനശിലകൾ പാകുന്ന ആധികാരികമായ പുസ്തകങ്ങൾ. പക്ഷേ നമുക്ക് സത്യസന്ധമായി സംസാരിക്കാം. ഏതൊരു ഡെവലപ്പറുടെയും ടൂൾ കിറ്റില് ഈ പുസ്തകങ്ങൾ മാത്രമല്ലല്ലോ ഉണ്ടാവുക, അല്ലേ? കോഡ് എഴുതുമ്പോൾ എറർ വന്നാൽ നമ്മൾ ആദ്യം എങ്ങോട്ടാ ഓടുന്നത്? ഗൂഗിളിലേക്ക്, സ്റ്റാക്ക് ഓവർഫ്ലോയിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കുള്ള ചില ടെക്സ്റ്റ് ബുക്കുകൾ. പുസ്തകങ്ങൾക്കും ഗൂഗിളിനും അപ്പുറം ഇന്നത്തെ കാലത്ത് പഠിക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ കഴിവുകൾ പരീക്ഷിക്കാൻ ഹാക്കർ റാങ്ക്, കോഡ് ഷെഫ് പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. എന്തെങ്കിലും സംശയം വന്നാൽ പെട്ടെന്ന് നോക്കാൻ ഗീക്സ് ഫോർ ഗീക്സ്, ട്യൂട്ടോറിയൽസ് പോയിന്റ് പോലുള്ള സൈറ്റുകളുമുണ്ട്. ചുരുക്കത്തിൽ പഠിക്കാനുള്ള വഴികൾക്ക് ഒരു പഞ്ഞവുമില്ല. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ ശരി. പക്ഷേ ഈ പഠിച്ചത് ശരിയാവുന്നുണ്ടോ എന്നെങ്ങനെ അറിയാം? നമ്മുടെ കഴിവുകൾ എങ്ങനെയാണ് അളക്കുന്നത്? നമുക്ക് നോക്കാം. ഈ കോഴ്സിന്റെ മാർക്ക് വിഭജനം നോക്കൂ. 60% മാർക്ക് വരുന്നത് അവസാനം നടക്കുന്ന സെമസ്റ്റർ പരീക്ഷയിൽ നിന്നാണ്. ബാക്കി 40% വർഷം മുഴുവൻ നടക്കുന്ന ചെറിയ പരീക്ഷകളിൽ നിന്നും അസൈൻമെന്റുകളിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥമെന്താ? അവസാനം മാത്രം പഠിച്ചാൽ പോരാ,
തുടക്കം മുതലേ ഒരു ശ്രദ്ധ വേണം. അവസാനത്തെ ആ വലിയ പരീക്ഷയില്ലേ, അതിൽ നമ്മൾ പഠിച്ച എല്ലാ മൊഡ്യൂളുകളിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. ചിലത് ചെറിയ ഉത്തരങ്ങൾ എഴുതാനുള്ളതായിരിക്കും, മറ്റു ചിലത് വലിയ പ്രോഗ്രാമിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതും. അതായത് മൊത്തത്തിലുള്ള നമ്മുടെ അറിവാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ വെറുമൊരു കോഡറിൽ നിന്ന് നമ്മളൊരു സൊല്യൂഷൻ ബിൽഡറായി മാറുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോക്കൂ, നിങ്ങൾക്ക് അടിസ്ഥാനപരമായ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാൻ പറ്റും. പേരുകളും നമ്പറുകളും പോലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യാൻ പഠിക്കും. വലിയ പ്രോബ്ലംസിനെ ചെറിയ ഫംഗ്ഷനുകളായി തിരിക്കാൻ പഠിക്കും. പിന്നെ പോയിന്ററുകൾ ഉപയോഗിക്കാനും ഡേറ്റ ഫയലുകളിൽ സൂക്ഷിക്കാനും പഠിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരു യഥാർത്ഥ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ അടിസ്ഥാന കഴിവുകളും നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഈ കമ്പ്യൂട്ടേഷണൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നു പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് കാണാൻ എങ്ങനെയിരിക്കും? ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. ഈ ചിത്രം കണ്ടില്ലേ? ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നത്തെ വളരെ വ്യക്തവും ലോജിക്കലും കാര്യക്ഷമവുമായൊരു പരിഹാരമാക്കി മാറ്റുന്ന പ്രക്രിയ. ഒരു റോബോട്ടിനോട് ഒരു സ്ഥലം വൃത്തിയാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി വരച്ചു കൊടുക്കുന്നതുപോലെ. ഇതാണ് പ്രോഗ്രാമിംഗ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ കോഴ്സ് മെറ്റീരിയലിൽ പറയുന്നതുപോലെ കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ് എന്നത് പ്രോഗ്രാമർമാർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ട ഒരു അടിസ്ഥാന വൈദഗ്ധ്യമാണ്. ഇത് നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒരു കഴിവാണ്. അപ്പോൾ നോക്കൂ, ഒരു പുതിയ കാര്യം പഠിക്കാനുള്ള ആകാംക്ഷയിൽ നിന്ന് ആ കാര്യത്തിൽ കഴിവ് നേടുന്നതുവരെയുള്ള ഒരു യാത്രയ്ക്ക് വളരെ വ്യക്തമായ ഘടനയുള്ളൊരു പാതയുണ്ട്. നമ്മളിപ്പോൾ കണ്ടത് അതാണ്. പ്രോഗ്രാമിംഗ് എന്നത് കോഡ് എഴുതുന്നതിനേക്കാൾ ഉപരി പ്രശ്നങ്ങളെ എങ്ങനെ സമീപിക്കണം, എങ്ങനെ പരിഹരിക്കണം എന്നു പഠിക്കലാണ്. ഈ ബ്ലൂ പ്രിന്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ വഴി വ്യക്തമാണ്. തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗീക്സ് ഫോർ ഗീക്സ്, കോഡ് ഷെഫ് പോലുള്ള വെബ്സൈറ്റുകളൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ ആദ്യം ഏത് പ്രശ്നമാണ് പരിഹരിക്കാൻ പോകുന്നത്?